ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സച്ചിക്ക് അനുകൂലമായി തന്നെ ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. അവന്തിക ഇപ്പോൾ കേസിൽ തോക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിധി വരുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ജഡ്ജ് അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നുണ്ട്. സച്ചി അനഘയാണ് അവന്തികയ്ക്കെതിരെ ഇപ്പോൾ വന്ന് സംസാരിച്ചിരിക്കുന്നത്. ഇതെല്ലാം കാണുന്നതിനായി ഒരു പർദ്ദയിട്ട് അർച്ചനയും കോടതി മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. രാജീവ് സന്ദീപിനെ തട്ടിക്കൊണ്ട് പോയത് കൊണ്ട് തന്നെ അവന്തികയ്ക്ക് സന്ദീപിനെ വെച്ച് കേസ് ജയിക്കാൻ സാധിച്ചിരുന്നില്ല. അർച്ചന അങ്ങനെ രാജീവുമായി സംസാരിക്കുന്നുണ്ട്. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ച് കിട്ടിയ കാര്യങ്ങളും അങ്ങനെ എല്ലാം തന്നെ ഇപ്പോൾ രാജീവുമായി സംസാരിക്കുകയാണ്. അർച്ചന തന്നെ സഹായിക്കണമെന്നും അർച്ചന ഇപ്പോൾ രാജീവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ രാജീവ് അർച്ചനയെ സഹായിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അർച്ചനയ്ക്ക് ഇപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് രാജീവിന് മാത്രമാണ് അറിയാവുന്നത്. മറ്റുള്ളവരുടെ എല്ലാം മുന്നിൽ ഇപ്പോഴും സമൃദ്ധയായി തന്നെ അഭിനയിക്കുകയാണ് അർച്ചന. ശേഷം സച്ചി ഇപ്പോൾ ഗോകുലിനെ കാണുന്നതിനായി ഗോകുലിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അങ്ങനെ കമലയാണ് ഇപ്പോൾ ചെന്ന് വാതിൽ തുറക്കുന്നത്. സച്ചിയെ കണ്ടതും കമലയൊന്ന് ഞെട്ടുന്നു. എന്ത് വേണം എന്നിങ്ങനെ ശോഭന ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നുണ്ട്, ഞാൻ വക്കീലിനെ കാണാൻ വന്നതാണെന്ന്. അകത്തേക്ക് കയറിയിരിക്കുക എന്നൊന്നും ശോഭന സച്ചിയോട് പറയുന്നില്ല. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ് സച്ചി. ഇത് കണ്ട് ശോഭന ഇപ്പോൾ പറയുന്നുണ്ട്, നിൽക്കവിടെ, എന്തിനാ നീ അവനെ കാണുന്നത്? ഉള്ള സ്വസ്ഥയും കൂടി നഷ്ടപ്പെടുത്താനാണോ? എന്തിനാ നീ ഇങ്ങനെ അവൻ്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നത്? അവൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു? സമാധാനമായി ജീവിക്കുന്ന അവൻ്റെ ജീവിതം നീയായിട്ട് നശിപ്പിക്കരുത് എന്നൊക്കെ ശോഭന വളരെയധികം ദേഷ്യത്തോടെ തന്നെ സച്ചിയോട് ഇപ്പോൾ പറയുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നുണ്ട്, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, എനിക്ക് ഗൂഗിൾ സാറിനെ കാണണം, എനിക്ക് അത്യാവശ്യമായി ഒരു കാര്യം പറയാനാണ്. ഉടനെ ശോഭന പറയുന്നുണ്ട്, ഇവിടെ നിന്നെ കാണുന്നത് ആർക്കും ഇഷ്ടമല്ല, ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോകണം, ഇനി മേലിൽ ഇങ്ങോട്ട് ശല്യം ചെയ്യാൻ വന്നേക്കരുത് എന്നൊക്കെ പറയുന്നത് കേട്ട് സച്ചി പറയുന്നുണ്ട്, എനിക്ക് ഗൂഗിൾ സാറിനെ കാണണം, പറയാനുള്ള കാര്യം പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. അമ്മ പെട്ടെന്ന് തന്നെ ഗൂഗിൾ സാറിനെ വിളിക്കുക എന്നും സച്ചി പറയുന്നു. ഈ സമയം ഗൂഗിൾ ഇപ്പോൾ ആരാ അവിടെ ഉള്ളത് എന്ന് ചോദിച്ച് ഗൂഗിൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഗൂഗിൾ കോടതിയിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി വരികയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ അർച്ചനയും ബാഗുമായി വരുന്നുണ്ട്. സച്ചിയും ഗൂഗിളും അവർ തമ്മിൽ കാണുകയാണ്. ഈ സമയം അർച്ചന താഴേക്ക് ഗൂഗിൾ ബാഗ് എടുക്കാൻ മറന്നുപോയോ എന്ന് ചോദിച്ച് ഗൂഗിളിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നതും സച്ചിയെ കാണുന്നു. സച്ചിയെ കണ്ടപാടെ ഒന്ന് ഞെട്ടുന്നുണ്ട് അർച്ചന. എന്താണ് സച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഗൂഗിൾ. ഉടനെ സച്ചി പറയുന്നുണ്ട്, എനിക്ക് വക്കീലിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന്. സച്ചി ഇങ്ങനെ അർച്ചനയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ശോഭന പറയുന്നുണ്ട്, എന്തായാലും വേഗം തന്നെ പറഞ്ഞിട്ട് പോയിക്കോളൂ, അവൻ ഓഫീസിൽ പോകാൻ സമയമായി എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, എനിക്കിവിടെ നിന്ന് സംസാരിക്കാവുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, സച്ചി വന്നേ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഗൂഗിൾ ഇപ്പോൾ മുകളിലത്തെ റൂമിലേക്ക് സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. സച്ചി മുകളിലേക്ക് കയറുമ്പോഴും അർച്ചന ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ അർച്ചന സച്ചിയെ ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സച്ചി ഇടം കണ്ടിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. സച്ചി പോയ പുറകെ ശോഭന ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, എന്തിനാണോ ഈ നശിച്ചവൻ ഇപ്പോൾ കയറി വന്നത്? വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ എന്തോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ ശോഭന ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അർച്ചന വളരെയധികം സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. സച്ചി എന്തിനായിരിക്കും ഗൂഗിളിനെ കാണണമെന്ന് പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചുള്ള ടെൻഷനുമുണ്ട് ഇപ്പോൾ അർച്ചനയ്ക്ക്. അങ്ങനെ ഇപ്പോൾ ഗൂഗിളും സച്ചിയും കൂടെ സംസാരിക്കുകയാണ്. അമ്മ പറഞ്ഞതൊന്നും താൻ കാര്യമാക്കി എടുക്കണ്ട എന്ന് ഗൂഗിൾ സച്ചിയോട് പറയുകയാണ്. അമ്മ പറഞ്ഞതൊന്നുമല്ല എനിക്ക് പ്രശ്നം, സാറ് പറഞ്ഞ വാക്കാണ് എൻ്റെ പ്രശ്നം. എനിക്ക് തന്ന വാക്ക് തെറ്റിക്കാനാണോ സാറിൻ്റെ തീരുമാനം? നിങ്ങളോട് യാചിക്കാൻ വന്ന ഭിക്ഷക്കാരനല്ല ഞാൻ, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഞാൻ തിരിച്ചു ചോദിക്കുന്നത് എൻ്റെ ജീവിതമാണ് എന്നൊക്കെ സച്ചി വളരെയധികം ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട്, സച്ചി പ്ലീസ് ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്, സച്ചിക്ക് തന്ന വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഗൂഗിൾ പറയുമ്പോൾ സച്ചി പറയുന്നു, അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ച് കിട്ടിയാൽ എനിക്ക് തിരിച്ചേൽപ്പിക്കാമെന്നായിരുന്നു നിങ്ങൾ എനിക്ക് തന്ന വാക്ക് എന്ന് സച്ചി പറയുമ്പോൾ അതിന് അർച്ചനയ്ക്ക് ഇതുവരെ ഓർമ്മ തിരിച്ച് കിട്ടിയില്ലല്ലോ എന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ചെയ്തോ? ഇതുവരെ അവളെ ഒരു ഡോക്ടറെങ്കിലും നിങ്ങൾ കാണിച്ചോ? എന്തേ ഉത്തരം മുട്ടിപ്പോയോ? ഓരോ ദിവസം കഴിയും തോറും നിങ്ങളോടുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. കൺമുന്നിലുണ്ടായിട്ടും മരണം വരെ അവൾക്ക് വേണ്ടി എന്നെ കാത്തിരുത്താനാണ് ഭാവമെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്ന് സച്ചി ഇപ്പോൾ പറയുന്നു. ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട്, ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ എല്ലാ ചികിത്സകളും വഴിപാടുകളും എല്ലാം ചെയ്തു,
അവൾക്കിപ്പോൾ എല്ലാത്തിനോടും ഒരു ഭയവും വെറുപ്പും ഒക്കെയുണ്ട്. എന്ത് പറഞ്ഞ് ഞാൻ അവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ സച്ചി അനുഭവിക്കുന്നതിനേക്കാൾ വലിയ മാനസിക സംഘർഷമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അതിന് അർച്ചനയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. സച്ചി പറഞ്ഞല്ലോ സച്ചി യാചകനല്ല എന്ന്. പക്ഷേ ഞാനിപ്പോൾ സച്ചിയുടെ മുന്നിൽ യാചക വേഷത്തിൽ നിൽക്കുകയാണ്. ദയവ് ചെയ്ത് എൻ്റെ കുടുംബം തകർക്കരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഗോകുൽ കൈകൂപ്പി നിൽക്കുന്നുണ്ട് സച്ചിയുടെ മുന്നിൽ. ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാനോ അന്യപുരുഷൻ്റെ മുന്നിൽ അവളുടെ ഭാര്യയായി ജീവിക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ എൻ്റെ സ്ഥാനത്ത് വരണം. എൻ്റെ ഭാര്യയുടെ ഓർമ്മ തിരിച്ചു കിട്ടേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ്. അവളെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകേണ്ട അധികാരം എനിക്കാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ചെയ്തു കൊള്ളാം. നിങ്ങൾ അവളെ എനിക്ക് വിട്ടു തന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അർച്ചനയോട് സംസാരിക്കാം. അർച്ചനയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട്, കുടുംബമുണ്ട്, സഹോദരങ്ങളുണ്ട്. അർച്ചന നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അവർ അറിഞ്ഞാൽ അറിയാമല്ലോ. എല്ലാവരും കൂടി ഇടിച്ചു കയറി വരും. അവരെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കില്ല. നിങ്ങളൊറ്റൊരാളെ വിശ്വസിച്ചാണ് ഇതുവരെ ഞാൻ അവരോട് ഒരു വാക്ക് പോലും പറയാത്തത്. ഇനിയും എനിക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല. എനിക്കെൻ്റെ അർച്ചനയെ തിരിച്ചു വേണമെന്ന് സച്ചി ഇപ്പോൾ പറയുകയാണ് ഗോകുലിനോട്. സച്ചി എന്നെ ഒന്ന് വിശ്വസിക്ക്, ഇനിയും താമസിക്കില്ല. എൻ്റെ കുടുംബം തകർന്നു പോകാതെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സച്ചി എന്നെ ഒന്ന് മനസ്സിലാക്കണം. ദയവ് ചെയ്ത് സച്ചി ഇവിടെ നിന്ന് പോകണം. അർച്ചന എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അർച്ചനയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്കൊരല്പം സാവകാശം തന്നാൽ മതി എന്നൊക്കെ ഇപ്പോൾ കെഞ്ചി പറയുന്നുണ്ട് ഗോകുൽ. ഉടനെ സച്ചി പറയുന്നുണ്ട്, ശരി, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. പക്ഷേ ആ വിശ്വാസം തെറ്റിയാൽ പിന്നെ എനിക്ക് കോടതിയിൽ കയറേണ്ടി വരും. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്നും സച്ചി ഗോകുലിനോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ് സച്ചി ഇറങ്ങി വന്ന് താഴെ വന്ന് അർച്ചനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ അർച്ചനയെ കാണുന്നില്ല. അർച്ചന അവിടെ മറഞ്ഞു നിൽക്കുകയായിരുന്നു സച്ചി കാണാതെ. വളരെയധികം സങ്കടത്തോടെ തന്നെ ആ ജനാലയിലൂടെ സച്ചി പോകുന്നത് നോക്കി നിൽക്കുകയാണ് അർച്ചന. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ഈശ്വര, എന്നെ കാണാൻ വന്നതാണ് സച്ചിയേട്ടൻ. പക്ഷേ സച്ചിയേട്ടനെ അറിയാത്തതുപോലെ എനിക്ക് പെരുമാറേണ്ടി വന്നല്ലോ എൻ്റെ ഈശ്വര. മനസ്സ് തകർന്നാണ് എൻ്റെ സച്ചിയേട്ടൻ പോയത്. ഇതല്ലാതെ എൻ്റെ മുന്നിൽ ഇപ്പോൾ വേറെ വഴിയില്ല. എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. ശേഷം ഇപ്പോൾ അവന്തികയാണ് കാണിക്കുന്നത്. അവന്തികയുടെ അടുത്തേക്ക് ഇപ്പോൾ സന്ദീപ് വന്നിരിക്കുകയാണ്. സന്ദീപിനെ രാജീവ് വിട്ടയച്ചിരുന്നു. അങ്ങനെ സന്ദീപ് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അവന്തികയോട് പറയുന്നുണ്ട്. ഏട്ടത്തി, ഇതാണ് സംഭവിച്ചത്, പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സന്ദീപ്. അങ്ങനെ പറഞ്ഞൊഴിയാൻ നോക്കിയിട്ട് കാര്യമില്ല, നീ തന്നെയാണ് എന്നെ ചതിച്ചത് എന്ന് അവന്തിക വളരെയധികം ദേഷ്യത്തോടെ സന്ദീപിനോട് പറയുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്ന് സന്ദീപ് പറയുമ്പോൾ അവന്തിക പറയുന്നു, കള്ളം, കോടതിയിൽ സാക്ഷി പറയേണ്ട കാര്യം നിനക്കറിയാമായിരുന്നു. എന്നിട്ട് മദ്യപിച്ച് ബോധം കെട്ട് നീ വഴിയിൽ കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് രാജീവിനെ നിന്നെ തട്ടിക്കൊണ്ട് പോകാൻ തോന്നിയത്. അല്ലെങ്കിൽ നിന്നെ തൊടാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സംഭവിച്ച നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്നെ വെച്ച് പ്ലാൻ ചെയ്ത കളി സച്ചിയുടെ വക്കീൽ എൻ്റെ അനിയത്തെ വെച്ച് എനിക്കെതിരെ നടപ്പിലാക്കി. ഇപ്പോൾ ഞാൻ കേസിൽ തോക്കുമെന്ന് ഉറപ്പായി എന്നൊക്കെ വളരെയധികം ദേഷ്യത്തോടെ അവന്തിക പറയുകയാണ്. തൊട്ടടുത്ത് തന്നെ മൂർത്തിയും നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നാളും ഞാൻ നിന്നെ ഒരു അനിയനെ പോലെ കൊണ്ടു നടന്നു. പക്ഷേ നീ എന്നെ ചതിച്ചു. ഇനി നീ എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് അവന്തിക. ഇത് കേട്ട് സന്ദീപ് പറയുകയാണ്, ഏട്ടത്തി അങ്ങനെ പറയരുത്. ഏട്ടത്തിയോടുള്ള ശത്രുത തീർക്കാനാണ് ആ CI രാജീവ് എന്നെ പിടിച്ചുകൊണ്ട് പോയത്. ഇത് കേട്ട് അവന്തിക പറയുന്നു, എന്നോട് ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടി നീ അയാളുടെ വലയിൽ ചെന്ന് പെട്ടു അല്ലേ? നിന്റെ മുടിഞ്ഞ കള്ളുകൂടിയാണ് എല്ലാം തകർത്തത്. നിനക്ക് ചുറ്റും നടക്കുന്നത് നീ അറിയുന്നുണ്ടോ? നിന്റെ ഭാര്യയുടെ കാര്യമെങ്കിലും എന്നിങ്ങനെ ചോദിക്കുകയാണ് അവന്തിക. ഇത് കേട്ട് മൂർത്തി പറയുന്നുണ്ട്, അല്ല, സന്ദീപ് സാറിൻ്റെ ഭാര്യ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുകയല്ലേ? ആളുകൾ അതിൻ്റെ ചുവട്ടിലിടുന്ന കമൻറ്റ് വേണം കാണാൻ. സാറിൻ്റെ ഭാര്യ ഇപ്പോൾ പരസ്യ ചിത്രത്തിൽ നായികയെ അഭിനയിച്ച് തകർക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ മൂർത്തി പറയുമ്പോൾ ഇത് കേട്ട് വളരെയധികം ദേഷ്യത്തോടെ ഡാ എന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തിയുടെ ഷർട്ടിനിങ്ങനെ ദേഷ്യത്തോടെ കുത്തിപ്പിടിക്കുന്നുണ്ട് സന്ദീപ്. മര്യാദയ്ക്ക് സംസാരിക്കണം, എൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, മതി നിർത്ത്, മൂർത്തി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നിൻ്റെ ഭാര്യ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് അഭിനയിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവന്തികയുടെ ഫോൺ എടുത്ത് സന്ദീപിനെ ആതിരയുടെ ആ ഒരു പരസ്യം കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം കണ്ട് ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് സന്ദീപ്. നോക്ക്, ഇത് നിൻ്റെ ഭാര്യയാണോ അതോ മറ്റ് സ്ത്രീയാണോ എന്ന്, ഇത് നിൻ്റെ ആതിര തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അവന്തിക. ആ ഫിനാൻസുകാരൻ്റെ വലയിൽ ആ പാവം കുട്ടി വീണുപോയി, അല്ലാതെ ആ കുട്ടിയെ കുറ്റം പറയാൻ സാധിക്കില്ല എന്ന് മൂർത്തി പറയുന്നുണ്ട്. ഉടനെ അവന്തികയും പറയുന്നുണ്ട്, ഭർത്താക്കന്മാർ
ഭാര്യയെ നോക്കേണ്ട സമയത്ത് നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ വഴിതെറ്റി പോയെന്നൊക്കെ ഇരിക്കും. നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞതല്ലേ അവളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ, എന്നിട്ട് നിനക്കതിനുള്ള ധൈര്യമില്ല. സച്ചിയാണ് അവളെ ജോലിക്ക് വിട്ടതെന്നാണ് കേൾക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സന്ദീപിനോട്. ഇത് കേട്ട് സന്ദീപ് വളരെയധികം ദേഷ്യത്തോടെ, മതി നിർത്ത്, ഇനി ഒന്നും പറയണ്ട, എനിക്കറിയാം എന്താ വേണ്ടതെന്ന്, അവളുടെ അഹങ്കാരം ഞാൻ ഇന്ന് നിർത്തിക്കൊടുക്കാം എന്ന് സന്ദീപ് പറയുമ്പോൾ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളെ സച്ചിയാണ് നിയന്ത്രിക്കുന്നത്. സച്ചി പറയുന്നത് മാത്രമേ ആതിര കേൾക്കൂ. അതുമാത്രമല്ല, സ്വന്തം ഭാര്യയുടെ അനിയത്തിയാണല്ലോ, നീയും കൂടി ഉപേക്ഷിച്ച സ്ഥിതിക്ക് അനിയത്തിയുടെ കാര്യങ്ങളെല്ലാം ഏട്ടൻ വേണമല്ലോ നോക്കാൻ എന്നൊക്കെ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അവന്തിക എല്ലാം സന്ദീപിനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് വളരെയധികം ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് സന്ദീപ്. സന്ദീപിൻ്റെ മാനസിക നില ആകെ തെറ്റുന്നുണ്ട്. അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് സന്ദീപ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും എന്നിങ്ങനെ മൂർത്തി പറയുന്നു. നടക്കട്ടെ, സച്ചിയും അവനും തമ്മിൽ പരസ്പരം അടികൂടട്ടെ, തമ്മിൽ തല്ലി ഒരാളുടെ തലയെടുക്കട്ടെ എന്നൊക്കെ ഇപ്പോൾ അവന്തിക സന്തോഷത്തോടെ നിന്ന് പറയുകയാണ്. ശേഷം കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചനയും ഇപ്പോൾ ഫോണിൽ ആതിരയുടെ ആ ഒരു പരസ്യ ചിത്രം കാണുകയാണ്. ഇതൊരു ഫിനാൻസ് കമ്പനിയുടെ പരസ്യമാണല്ലോ, വീട്ടിൽ അത്രയ്ക്ക് കഷ്ടപ്പാടായതുകൊണ്ടാണോ അവൾ ജോലിക്ക് പോയത്? എൻ്റെ ഭഗവാനെ, എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് എന്തായാലും അറിഞ്ഞേ പറ്റൂ, എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ അർച്ചന ആലോചിച്ച് നിൽക്കുന്നുണ്ട്. രാജീവിനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞാലോ എന്നും മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. ശേഷം കഴിഞ്ഞത് കമലയാണ്. കമലയും സ്നേഹയും അനഘയും ഒക്കെ ഇപ്പോൾ ആ ഒരു ഫോട്ടോ നോക്കുകയാണ്. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തരക്കേടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കമല. ഇങ്ങനെ പോയാൽ ആൻറ്റിയുടെ മകൾ ഒരു സിനിമാ നടിയായി മാറുമെന്നൊക്കെ അനഘ പറയുന്നു. ഈ സമയം സച്ചി അവിടേക്ക് വരുന്നു. മോനെ, നീ ഇത് കണ്ടോ? ആതിര അഭിനയിച്ച ഫോട്ടോയും വീഡിയോയും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ കമല പറയുമ്പോൾ, ഞാനത് നേരത്തെ കണ്ടതാണ് എന്ന് സച്ചി പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഏട്ടാ, കൊള്ളാമോ എന്ന് ആതിര ചോദിക്കുമ്പോൾ, കൊള്ളാമോ എന്ന് ചോദിച്ചാൽ തരക്കേടില്ല എന്ന് സച്ചി പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എന്നല്ല അസലായിട്ടുണ്ട് എന്നൊക്കെ സച്ചി വളരെയധികം സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അവരും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് രാജീവിനാണ്. രാജീവ് ഇപ്പോൾ അർച്ചനയോട് സംസാരിക്കുകയാണ്. അർച്ചന പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ രാജീവ്. എന്നിട്ട് പറയുന്നുണ്ട്, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് പോരാത്തതിന് സന്ദീപ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും എന്ന് രാജീവ് പറയുമ്പോൾ, അവനിപ്പോൾ ആ അവന്തികയുടെ കൂടെയല്ലേ എന്നിങ്ങനെ പറയുകയാണ് അർച്ചന. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞതല്ലേ എന്ന് രാജീവിനോട് ചോദിക്കുമ്പോൾ, എന്താ അർച്ചനയ്ക്ക് അതിൽ വല്ല സംശയമുണ്ടോ? അർച്ചന എന്നും ഈ വീട്ടിലുണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അർച്ചനയ്ക്ക് തന്ന വാക്ക്, അതിനൊരു മാറ്റവും വരില്ല. പഴയതുപോലെയല്ല സച്ചിയുടെ ജീവിതം. അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അർച്ചന ഉടനെ തന്നെ തിരികെ ചെല്ലുമെന്ന് അയാൾക്ക് നല്ല വിശ്വാസമുണ്ട്. കാര്യങ്ങൾ ഇതുവരെ അയാൾ വീട്ടിൽ തുറന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഏത് നിമിഷവും പറയും എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട്. ആതിരയുടെ കാര്യം എന്തായി, അതന്വേഷിച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അർച്ചന. ടൗണിലുള്ള ഒരു പ്രൈവറ്റ് ഫിനാൻസിലാണ് ആതിര ജോലി ചെയ്യുന്നത്. അതിൻ്റെ പരസ്യമാണ് അർച്ചന സോഷ്യൽ മീഡിയയിൽ കണ്ടത് എന്ന് രാജീവ് പറയുമ്പോൾ, എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ട് എന്ന് അർച്ചനയും പറയുന്നു. ചാടിക്കയറി തീരുമാനങ്ങൾ എടുക്കരുത്, അത് റിസ്ക്കാണ് എന്ന് രാജീവ്. എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ നമ്മൾ സൂക്ഷിക്കുന്ന രഹസ്യം പിന്നെ പരസ്യമായെന്ന് വരും എന്നൊക്കെ രാജീവ് ഇപ്പോൾ അർച്ചനയോട് പറയുന്നു. ഈ ഒരു സംസാരം ഇപ്പോൾ ശിശിര കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് ശിശിര മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈശ്വര പറഞ്ഞത് കേട്ടില്ലേ, രഹസ്യം പരസ്യമാക്കും പോലും. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ അവിഹിതമുണ്ട്. ഇവർ രണ്ടും കൂടി എന്നെ ചതിക്കുകയാണോ? എൻ്റെ ദൈവമേ, ഈ രഹസ്യം പറച്ചിൽ എവിടം വരെ പോകുമെന്നൊന്ന് നോക്കട്ടെ. ഇതെല്ലാം കൂടെ ഒരു ദിവസം ഞാൻ പൊളിച്ചെടുക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ശിശിര ആ ജനലിൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ രാജീവ് കാണുന്ന ഉടനെ രാജീവ് പറയുന്നുണ്ട്, സമൃദ്ധ, ശിശിര നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കാൻ ഇത് തന്നെ ധാരാളം. നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ പുറകെ തന്നെ അർച്ചനയും പോകുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് ശിശിര. അങ്ങനെ ഇപ്പോൾ അർച്ചന ഒരു പർദ്ദയൊക്കെ ധരിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ ആതിര ജോലി ചെയ്യുന്ന ആ ഒരു ഫിനാൻസ് കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.